ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഇന്ന് പുലർച്ചെ 5 മണിക്ക് പാകിസ്ഥാന്റെ ഷെല്ലിംഗ് നടന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് രജോരിയുടെ ഒരു വീടാണ്. വീട് നമുക്ക് കാണാം. ഈ വീട്ടിന്റെ ഈ മുറ്റത്ത്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുറ്റത്താണ് ഈ ഷെല്ല് പതിഞ്ഞത്. അതായത് ഇവിടെയാണ് ഈ ഷെല്ല് പതിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇതിന്റെ തൊട്ടടുത്ത് ഒരു കാറ് പാർക്ക് ചെയ്തിരുന്നു. ആ കാറ് ഈ ഷെല്ലിങ്ങിന്റെ ഈ ആഘാതത്തിൽ, അതായത് ഈ ഇവിടെ വീണ ഷെല്ലിന്റെ ആഘാതത്തിൽ ഈ കാർ ഇപ്പോൾ കിടക്കുന്നത് നമുക്ക് കാണാം. അതിന്റെ പകുതി കാർ ഇവിടെ നിന്ന് പൊങ്ങി ഈ ചുറ്റുമതിലിന്റെ മുകളിലേക്ക് പോയിരിക്കുകയാണ്. അതായത് ഈ ഷെല്ലിങ്ങിന്റെ ആഘാതം എത്രത്തോളം ആണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ കാറാണ് ഇത് ഇവിടെ ഇതിന്റെ അത്രയ്ക്ക് ഇതിന്റെ മറ്റ് ഭാഗങ്ങളെല്ലാം ഇവിടെ കിടക്കുകയാണ്. ഈ വീടിനും കാര്യമായ കേടുപാടുകളുണ്ട്. ഇതിന്റെ ഈ കാർ ഷെഡിനോട് അനുബന്ധിച്ച ഒരു കെട്ടിടമുണ്ടായിരുന്നു. ആ കെട്ടിടവും പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഈ കാറിന്റെ ഉള്ളിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. പുതിയ വാഹനമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അത് ഏറെക്കുറെ പൂർണ്ണമായും തകരുകയും ചെയ്തിട്ടുണ്ട്. ഈ പിന്നിലേക്ക് വരികയാണെങ്കിൽ ഈ കെട്ടിടത്തിന്റെ തന്നെ പിൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതിനോട് അനുബന്ധിച്ചുള്ള അടുക്കള പോലെ, അതായത് ഇവരുടെ ജോലിക്കാർ താമസിച്ചിരുന്ന ഒരു ഭാഗമാണ്. അതും പൂർണ്ണമായും തകരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നേരത്തെ ഈ സമീപ പ്രദേശത്തൊക്കെ വലിയ തോതിലുള്ള ഈ ശബ്ദമൊക്കെ കേട്ടിരുന്നതിനാൽ തന്നെ ഇവർ ഈ സുരക്ഷിതമായ സ്ഥലത്തിലേക്ക് മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കും കാര്യമായിട്ടുള്ള പരിക്കൊന്നുമില്ല. ഈ ചുവരിലൊക്കെ ഇതിന്റെ ഈ ഷെല്ല് തറച്ച് പൂർണ്ണമായും അത് നശിച്ചു പോകണം, അല്ലെങ്കിൽ അതിൽ സാരമായ കേടുപാടുകൾ ഉണ്ടാകുന്നതും കാണാം. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു ദൃശ്യം കൂടി നമുക്ക് കാണിക്കേണ്ടതായുണ്ട്. ഇതിന്റെ സമീപത്തൊരു ഈ ഗേറ്റും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇതിന്റെ സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു ട്രാക്ടറിന്റെ ഒരു ചിത്രം കൂടി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. കാരണം അത് ആ ട്രാക്ടറിന്റെ ഭാഗത്തേക്ക് കൂടി, കാരണം ഇതിന്റെ ഈ ആഘാതത്തിൽ, ഈ ഷെല്ലിങ്ങിന്റെ ആഘാതത്തിൽ അത് ഈ മണ്ണിലേക്ക് ആഴ്ന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ പല സാധനങ്ങളും ഈ വീടും ഇതിന്റെ സമീപ പ്രദേശത്തുള്ള പല സാധനങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് ഇവരുടെ പമ്പ് സെറ്റിന് വേണ്ടി കെട്ടിയിരുന്ന സാധനമായിരുന്നു. അതുൾപ്പെടെ, അതായത് ജലസേചനത്തിനായി ഉപയോഗിച്ചിരുന്ന ടാങ്ക് ആയിരുന്നു. അതിനോടൊപ്പം ഉണ്ടായിരുന്ന പമ്പ് സെറ്റാണ്. അത് അവിടെ നിന്ന് പൊങ്ങി ഇത് എത്ര കിലോ വെയിറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത്, എത്ര ടൺ വെയിറ്റ് ഉണ്ടായിരിക്കും എന്നത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ആ ട്രാക്ടറിന്റെ ദൃശ്യങ്ങൾ ഒന്ന് വേണമെങ്കിൽ സൂം ചെയ്ത് കാണാം. ആ ട്രാക്ടറിന്റെ ഏതാണ്ട് ഫ്രണ്ട് ഭാഗം മുഴുവൻ പോയി ടയർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ നശിക്കുന്നു. അങ്ങനെ ഭീകരമായ കാഴ്ചകളാണ് നമുക്ക് ഈ രജോരിയിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ ഷെല്ലിംഗ് എത്രത്തോളമാണ് സാധാരണക്കാരെ ബാധിച്ചിരിക്കുന്നത്. ഈ ഷെല്ലിങ്ങിൽ സാധാരണക്കാരുടെ അവരുടെ സമ്പാദ്യം, അവരുടെ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതൊന്നും ഈ മിലിറ്ററി ഏരിയയോ അതല്ല എങ്കിൽ സൈനിക മേഖലയോ ഒന്നുമല്ല. സാധാരണക്കാർ ജീവിക്കുന്ന കെട്ടിടങ്ങളാണ്. അവരുടെ കാറുകൾ, അവരുടെ ട്രാക്ടറുകൾ, ഇതൊക്കെയാണ് ഇവിടെ ഈ തകരുന്നത് നമുക്കിങ്ങനെ കാണാൻ വേണ്ടി കഴിയുന്നത്. രജോരി പട്ടണത്തിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും ഇങ്ങനത്തെ കാഴ്ചകളാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. പലയിടത്തും ആൾക്കാർ അവർക്ക് ഉള്ളതും കൊണ്ട് അവർ രജോരിയിൽ നിന്ന് പോകുന്ന കാഴ്ചയാണുള്ളത്. കാരണം നമുക്ക് രാവിലെ തൊട്ടേ കാണാം, എല്ലാവരും, മിക്ക കുടുംബാംഗങ്ങളും ഒക്കെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ അവർ കിട്ടിയതും കൊണ്ട് നേരെ ജമ്മുവിലേക്കോ പത്താൻകോട്ടിലേക്കോ ഒക്കെ പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. രജൌരിയിലാണ്, ഗ്രൗണ്ട് സീറോയിലാണ് ബാലു അവിടെ നിൽക്കുന്നത്. പാകിസ്ഥാന്റെ ഭീരുത്വമാണ് ഈ കാണുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയിലെ സാധാരണ പൗരന്മാരെ, അവരുടെ വീടുകളെ, അവരുടെ സ്കൂളുകളെ, അവരുടെ കച്ചവട സ്ഥാപനങ്ങളെ ഒക്കെയാണ് ആക്രമിക്കുന്നത്. ഇന്ത്യൻ ജനവാസ മേഖലയിലേക്ക്, അതിർത്തിയിലെ ലൈൻ ഓഫ് കൺട്രോളിലെ ഇന്ത്യൻ ജനവാസ മേഖലകളിലേക്ക് ഷെല്ലുകൾ വർഷിച്ച് അവരുടെ ജീവിതം ദുഷ്കരമാക്കുകയാണ്. ഇത് രജൌരിയിൽ നിന്ന് കാണുന്ന ലൈവ് വിഷ്വൽസ് ആണ്. ഇത്തരത്തിൽ രജൌരിയിലും ഉറിയിലും ഇതേ സമീപനമാണ് പാകിസ്ഥാൻ സ്വീകരിക്കുന്നത്. ഇന്ത്യൻ ജനവാസ മേഖലകളിലെ സാധാരണ പൗരന്മാരെ ലക്ഷ്യമിടുന്നത് ഭീരുത്വം, ഒരു ഉത്തരവാദിത്വവുമില്ലാത്ത ആക്രമണം. ഇന്ത്യൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ കൃത്യമായി ഉത്തരവാദിത്വമുള്ള ആക്രമണമാണ് നടത്തുന്നത്. കൃത്യമായ ലക്ഷ്യം നമുക്കുണ്ട്. ആ ലക്ഷ്യത്തിന് നേരെ മാത്രമാണ് ആക്രമണം. സാധാരണ ജനങ്ങളെ ആക്രമിക്കുന്നില്ല.